അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ അഖീദ 4ാമത്തെ പാഠഭാഗമാണ്. എല്ലാവരും തയ്യാറാണല്ലോ? അദ്ദറസുർ റാബിഉ പാഠം 4 കലാമുല്ലാഹി തആല, അല്ലാഹു തആലയുടെ സംസാരം. അള്ളാഹു ഇറക്കിയ കിതാബുകളിലുള്ളതെല്ലാം അവൻ്റെ കലാമാകുന്നു. അള്ളാഹുവിൻ്റെ കലാമെല്ലാം ഖദീമാണ്, അത് സൃഷ്ടിയല്ല. കിതാബുകളിൽ അവസാനത്തേതും ഏറ്റവും ശ്രേഷ്ഠമായതും ഖുർആനാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാമത്തേതും ഖുർആൻ തന്നെ. മാറ്റമോ തിരുത്തലോ ഇല്ലാതെ ലോകാവസാനം വരെ അള്ളാഹു അതിനെ സംരക്ഷിക്കുന്നതാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഖുർആനിൽ പരിഹാരമുണ്ട്. എല്ലാ കാലത്തും അതിലെ നിയമങ്ങൾ പ്രസക്തമാണ്. അത് പാരായണം ചെയ്യുന്നതും കേട്ടിരിക്കുന്നതും അതിൽ നോക്കുന്നതും പുണ്യമുള്ളതാണ്. പൂർവകാല ചരിത്രങ്ങളും ഭാവി പ്രവചനങ്ങളും ഖുർആനിലുണ്ട്. നൂറ്റാണ്ടുകൾക്ക് ശേഷം ശാസ്ത്രം കണ്ടെത്തിയ പല കാര്യങ്ങളും ഖുർആൻ പണ്ടേ സൂചിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാം അല്ലെന്ന് വാദിച്ചവരെ ഖുർആൻ വെല്ലുവിളിച്ചു. അതിന് തുല്യമായ ഒരായത്തെങ്കിലും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടെങ്കിലും ആർക്കും അതിന് സാധിച്ചില്ല. ഈ വെല്ലുവിളി അജയ്യമായി ഇന്നും നിലനിൽക്കുന്നു. ഖുർആൻ അമാനുഷികമാണെന്നതിന് ഇത് തെളിവാണ്. ഖുർആൻ സൃഷ്ടിയാണെന്ന വാദവുമായി ചില പിഴച്ചയാളുകൾ രംഗത്ത് വന്നിരുന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹുവിനെ പോലുള്ള മഹാപണ്ഡിതർ അതിനെ എതിർത്ത് തോൽപ്പിച്ചു. ഖുർആൻ നമുക്ക് വഴികാട്ടിയും പരലോകത്ത് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നതുമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലൈക ബിതിലാവത്തിൽ ഖുർആനി ഫഇന്നഹു നൂറുൻ ലക ഫിൽ അർളി വദഖറുൻ ലക ഫിസ് സമാ. ഖുർആൻ ഓതലിനെ നീ മുറുകെ പിടിക്കുക, അത് നിനക്ക് ഭൂമിയിൽ പ്രകാശവും ഉപരിലോകത്ത് സൂക്ഷിപ്പ് വസ്തുവുമാണ് എന്നാരാണ് പറഞ്ഞു തന്നിരിക്കുന്നത്? നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. അപ്പോൾ ഈ പാഠഭാഗത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്? അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആനിലുള്ളത് അല്ലേ. എന്നെന്നും നിലനിൽക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അവസാനത്തെ ഗ്രന്ഥവുമാണ് ഖുർആൻ. ഖുർആൻ ആരുടെ മേലാണ് ഇറക്കപ്പെട്ടിട്ടുള്ളത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. യാതൊരുവിധ മാറ്റമോ തിരുത്തലോ വരാതെ ഖുർആനിനെ അല്ലാഹു തആല അവസാനം വരെയും, അതായത് ലോകാവസാനം വരെയും സംരക്ഷിച്ചു നിർത്തുന്നതാണ്. അല്ലാഹു തആല 4 കിതാബുകളാണ് ഇറക്കിയത്. ഖുർആൻ വന്നതോടുകൂടി മറ്റു 3 കിതാബുകളും അസ്ഥിരപ്പെട്ടുപോയി, അതായത് സ്ഥിരതയില്ലാത്തതായി മാറിയല്ലേ. മനുഷ്യ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഖുർആനിൽ പരിഹാരമുണ്ട്. ഖുർആൻ കൊണ്ട് ഷിഫ ഇല്ലാത്തവന് മറ്റൊന്നുകൊണ്ടും ഷിഫ ലഭിക്കില്ല എന്നാണ് പറയുന്നത്. പൂർവകാല ചരിത്രങ്ങളും ഭാവി പ്രവചനങ്ങളുമെല്ലാം ഖുർആനിലുണ്ട്. ശാസ്ത്രം പുതുതായി കണ്ടെത്തിയ ഓരോ കാര്യങ്ങളും ഖുർആനിൽ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളവയാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമല്ലെന്നും അത് പുതുതായി സൃഷ്ടിച്ചെടുത്തതാണെന്നും പറഞ്ഞ് പല ആളുകളും വന്നെങ്കിലും അതിന് തുല്യമായ ഒരായത്തെങ്കിലും കൊണ്ടുവരാൻ അവരെ കൊണ്ടൊന്നും സാധിച്ചില്ല. ഈ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഖുർആൻ അമാനുഷികമാണെന്നതിന് ഇത് തെളിവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്? ഖുർആൻ ഓതലിനെ നീ മുറുകെ പിടിക്കുക, അത് നിനക്ക് ഭൂമിയിൽ പ്രകാശവും ഉപരിലോകത്ത്, അതായത് പരലോകത്ത് അത് നിനക്ക് സൂക്ഷിപ്പ് മുതലുമാണ് എന്നാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പാഠഭാഗം മനസ്സിലായല്ലോ. ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. 1. ഉത്തരം എഴുതുക. കിതാബുകളിൽ അവസാനത്തേത് ഏതാണ്? ഖുർആൻ. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാമത്തേത് ഏത്? ഖുർആൻ. ഖുർആനിൽ ഉള്ളത് എന്തെല്ലാമാണ്? മനുഷ്യ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഖുർആനിൽ പരിഹാരമുണ്ട്. പൂർവകാല ചരിത്രങ്ങളും ഭാവി പ്രവചനങ്ങളും ഖുർആനിലുണ്ട്. നൂറ്റാണ്ടുകൾക്ക് ശേഷം ശാസ്ത്രം കണ്ടെത്തിയ പല കാര്യങ്ങളും ഖുർആനിൽ പണ്ടേ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അടുത്തത് പൂരിപ്പിക്കുക.
ഒന്ന്, അള്ളാഹുവിൻ്റെ കലാമെല്ലാം ഡാഷ് ആണ്, ഖദീമാണ്. അള്ളാഹു ഇറക്കിയ കിതാബുകളിലുള്ളതെല്ലാം ഡാഷ് ആകുന്നു, അള്ളാഹുവിൻ്റെ കലാമാകുന്നു. കണ്ടെത്താം ഖുർആനിലെ ഒരു വെല്ലുവിളി. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാം അല്ലെന്ന് വാദിച്ചവരെ ഖുർആൻ വെല്ലുവിളിച്ചു. അതിന് തുല്യമായ ഒരായത്തെങ്കിലും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടെങ്കിലും ആർക്കും അതിന് സാധിച്ചില്ല. ഈ വെല്ലുവിളി അജയ്യമായി ഇന്നും നിലനിൽക്കുന്നു. ഖുർആൻ അമാനുഷികമാണെന്നതിന് ഇത് തെളിവാണ്. പാഠഭാഗവും ചോദ്യോത്തരങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.